ഹായ് ഓൾ, വെൽക്കം ടു ആൾഡൻ റോക്സ്. ഊട്ടിയിൽ ഇപ്പോൾ 127ാമത്തെ ഫ്ലവർ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത് കേട്ടപ്പോൾ ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി ഞങ്ങൾ വിട്ടുപിടിച്ചു ഊട്ടിയിലോട്ട് പോകുന്നത്. ഏണ്ടടാ അതേ പലതരത്തിലുള്ള വ്യത്യസ്ത പൂക്കളായിട്ട് ഒരു മനോഹരമായ ഫ്ലവർ ഷോ ഒരുക്കി വെച്ചേക്കുന്നു. നമുക്കായിട്ട് കണ്ണിന് കുളിരേകുന്ന പലതരത്തിലുള്ള വ്യത്യസ്തമായ കളറിലുള്ള പൂക്കളാണ്. കല്യാണം കഴിഞ്ഞ ശേഷം ഞങ്ങളിതുവരെ എങ്ങോട്ടും പോയിട്ടില്ല. മക്കളായ ശേഷം 10 വർഷത്തിന് ശേഷം ഞങ്ങൾ പോകുന്നു ഊട്ടിയിലിട്ട്. അതുകൊണ്ട് മക്കൾക്ക് നല്ലൊരു അനുഭവം തന്നെയാണ്. അവരും ശരിക്കും എൻജോയ് ചെയ്തു ഞങ്ങളുടെ കൂടെ. ഞങ്ങൾ കുറേ ഭാഗത്തൊക്കെ ഇറങ്ങി അവസാനത്തെ ഇങ്ങോട്ട് വന്നത് നല്ല തിരക്ക് തന്നെയാണ്. അപ്പോൾ അത് ഒത്തിരി അത്രയല്ല, ഒരുപാട് തിരക്ക് തന്നെയാണ്. ഒരുപാട് ട്രാഫിക് ബുദ്ധിമുട്ടി അകത്തോട്ട് വന്നത്. വണ്ടി പലയിടത്തോട്ടും തിരിച്ചു വിടുന്നുണ്ട് അവർ. ഇതേ പലതരത്തിലുള്ള വ്യത്യസ്തമായ പൂക്കൾ. ഇതുമാത്രമല്ല അരയന്നം, രഥം, അതുപോലുള്ള പിന്നെ കോട്ട, ഇതൊക്കെയായിട്ടുള്ള പലതരത്തിലുള്ള പൂക്കൾ കൊണ്ടുള്ള വിസ്മയമാണ് അവർ തീർത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് അതെല്ലാം കണ്ടു നോക്കാം. നമുക്ക് വീട്ടിൽ പരിമിതമായ സ്ഥലമാണെങ്കിൽ കൂടെ നമ്മളിതെല്ലാം കണ്ടു നോക്കുമ്പോൾ നമുക്കും സ്വാഭാവികമായിട്ട് തോന്നും ഇതെല്ലാം നമ്മുടെ വീട്ടിൽ ഇതുപോലെ വെച്ച് പിടിപ്പിച്ചാലാന്ന്. പലതരത്തിലുള്ള മെയിനായിട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഡാലിയ ഇതെല്ലാമാണ്. നേരത്തെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് ഇത്രത്തോളം വലിപ്പമൊന്നും വെച്ചില്ല, ഭയങ്കര കുഞ്ഞതായിരുന്നു. നമുക്ക് വീഡിയോ എടുത്തിട്ടൊന്നും മതി വരുന്നില്ല, കാരണം അത്രത്തോളം പലതരത്തിലുള്ള പൂക്കൾ കൊണ്ട് നിറച്ചേക്കുക അവിടെ. ഒരു ഭാഗത്തിൽ പലയിടത്തായിട്ട് പലതരത്തിലുള്ളതാണ്. അതുകൊണ്ട് എന്നെ കൊണ്ട് കഴിയാവുന്ന മാക്സിമം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഷോർട്ട് വീഡിയോയിൽ കുറച്ചേ കാണിക്കുന്നുള്ളൂ, 3 മിനിറ്റ് വീഡിയോ ആയതുകൊണ്ട്. ഞാൻ ലോങ് വീഡിയോ ചെയ്യുന്നുണ്ട്, എല്ലാം കവർ ചെയ്തുകൊണ്ട്. മാത്രമല്ല ഫ്ലവർ ഷോ തുടങ്ങിയിട്ട് കുറച്ചായതേ ഉള്ളൂ, അപ്പോൾ ഇതൊരു പുതിയ അനുഭവം തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ ലോങ് വീഡിയോ ഇടുന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് കൂടെ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഇതുകൊണ്ട് വാളേന്തി നിൽക്കുന്ന രാജാവ്, അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ പാർക്കിലുള്ള സ്ലൈഡ് പോലുള്ള ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഹംസം. കണ്ടല്ലേ എത്ര മനോഹരമായിട്ടുള്ളതാണ്. ഏകദേശം 10 അടിയോളം ഹൈറ്റുണ്ട്. അത് ഹംസം, രഥം വലിക്കുന്ന ഹംസം. അതിലൊരു രാജകുമാരി ഇവിടെ ഉണ്ട്. ഹംസം, രഥം, രാജകുമാരി. അതിൻ്റെ ഏകദേശം വലിപ്പം കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ റൗണ്ട് ചെയ്ത് വീഡിയോ എടുത്തത്. ബോറായി ക്ഷമിക്കണം. പിന്നെ അവർ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് പോയി പിടിക്കാതിരിക്കാനായിട്ട് ഓരോരുത്തരും ഓരോ ഗാർഡ് നിർത്തിയിട്ടുണ്ട്. അത് കണ്ടോ നിൽക്കുന്നുണ്ടോ ഓരോരുത്തരായിട്ട്. പൂവിനടുത്ത് പോയി ആരും പിടിക്കരുത്, ടച്ച് ചെയ്യരുത് എന്നുള്ള രീതിക്ക്. പിന്നെ അടുത്ത് ഇതാണ് ഞാൻ പറഞ്ഞ ഫോർട്ട്. ഇതെല്ലാം പൂ കൊണ്ട് തന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് അല്ലേ. മനോഹരമായ ഫോർട്ടിൻ്റെ എൻട്രൻസ് ആണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. കണ്ടില്ലേ എത്ര പേരുടെ എത്ര ദിവസത്തെ പ്രയത്നമാണതെന്നറിയാമോ. ഇപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങളും ഫാമിലിയായിട്ട് പോയിന്ന് കാണുക, മക്കളെല്ലാം കണ്ട് കാണിക്കുക. നല്ലൊരു അനുഭവം തന്നെയാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്